കണ്ണൂർ സർവകലാശാല ഡിഗ്രി ഒന്നാം വർഷ പരീക്ഷാഫലം അനൗദ്യോഗികമായി പുറത്തുവിട്ടതിൽ വിശദീകരണം തേടുമെന്ന് VC. ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുൻപ് പരീക്ഷാഫലം ഇൻസ്റ്റിറ്റ്യൂഷൻ പോർട്ടലുകളിലേക്ക് അയക്കും. അതിനിടയിലാണ് പരീക്ഷാഫലം പുറത്തായത്. അനൗദ്യോഗികമായി റിസൾട്ട് പുറത്തുവിട്ടത് സർവകലാശാലയ്ക്ക് കീഴിലെ ഒരു കോളേജ് പ്രിൻസിപ്പാൾ എന്നാണ് പ്രാഥമിക നിഗമനം. മിഥുൻ പിള്ള ചേർന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, എന്താണ് വിവരങ്ങൾ? വിഷ്ണു, കണ്ണൂർ സർവകലാശാലയുടെ ഡിഗ്രി ഫലവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ നടത്തി വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനായിരുന്നു സർവകലാശാലയുടെ തീരുമാനം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് രാത്രിയോടെ മുഴുവൻ ഫലങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന വിധത്തിലാണ് സർവകലാശാല ഷെഡ്യൂളിംഗ് നടത്തിയത്. എന്നാൽ ഇതിന് കുറച്ച് മുൻപ് തന്നെ ടെസ്റ്റിംഗിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരുടെ ഔദ്യോഗിക പ്രൊഫൈലിൽ റിസൾട്ട് ലഭ്യമായിരുന്നു. ഇത് സർവകലാശാല ഔദ്യോഗികമായി റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ പ്രിൻസിപ്പൽമാർ വിദ്യാർത്ഥികൾക്ക് നൽകാൻ പാടുള്ളൂ എന്നൊരു ചട്ടമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു കോളേജ് പ്രിൻസിപ്പലിന്റെ ഔദ്യോഗിക പ്രൊഫൈലിൽ വന്ന റിസൾട്ട് ചോർന്നു എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് സർവകലാശാല പറയുന്നത്. ഇത് സർവകലാശാലയുടെ ഔദ്യോഗിക റിസൾട്ട് തന്നെയാണ്. എങ്കിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാക്കുന്നതിന് മുൻപ് ഇത് പ്രചരിക്കാനിടയായത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല VC വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷ്ണു, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.